ഈ വീഡിയോയിൽ നമുക്ക് സൗണ്ടിൻ്റെ ലൗഡ്നെസ് എന്താണെന്ന് നോക്കാം. ഡിഗ്രി ഓഫ് സെൻസേഷൻ ഓഫ് സൗണ്ട്, അതിനെയാണ് ലൗഡ്നെസ് എന്ന് പറയുന്നത്. അതായത് സൗണ്ടിൻ്റെ ലൗഡ്നെസ് ഓരോരുത്തരുടെയും ഇയറിൻ്റെ സെൻസിറ്റിവിറ്റീനെയും അല്ലെങ്കിൽ മൈക്രോഫോൺ ഇതിൻ്റെ സെൻസിറ്റിവിറ്റീനെ ആശ്രയിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ 2 ടേം പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? ത്രെഷോൾഡ് വാല്യൂ ഓഫ് ഹിയറിംഗ് ആൻഡ് ത്രെഷോൾഡ് പെയിൻ എന്ന് പറയുന്നത്. ത്രെഷോൾഡ് വാല്യൂ ഓഫ് ഹിയറിംഗ് 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അതാണ് I0 എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തത്. ത്രെഷോൾഡ് പെയിൻ ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു. അത് 10⁻12 ടൈംസ് I0 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ലൗഡ്നെസ് ഓഫ് സൗണ്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇതിന് ബിറ്റ്വീൻ ആയിരിക്കും. ഇത് നമ്മൾ ഡെസിബിളിലേക്ക് മാറ്റുമ്പോൾ 0 ഡെസിബിൾ ടു 120 ഡെസിബിളാണ്. 0 ഡെസിബിളിന് കറസ്പോണ്ടിങ് ആയതാണ് 10⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയറും 120 ഡെസിബിളിന് കറസ്പോണ്ടിങ് ആയതാണ് 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഈ ലൗഡ്നെസ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ലോഗരിതമിക് സ്കെയിലാണ് പറയുന്നത്. അവിടെ നമുക്കറിയാം സൗണ്ടിൻ്റെ ലൗഡ്നെസ്, ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡെസിബൽ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. ബെല്ലിലും റെപ്രസെൻ്റ് ചെയ്യാം, ഡെസിബലിലും റെപ്രസെൻ്റ് ചെയ്യാം. ബെല്ലിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ലോഗ് ടു ദി ബേസ് 10 ഇൻറ്റു I/I0 എന്നാണ് പറയുക. I എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ആൻഡ് I0 എന്ന് പറയുന്നത് ഹിയറിംഗ് ത്രെഷോൾഡാണ്. അപ്പോൾ ബെല്ലിലുള്ളതിനെ ഡെസിബലിലേക്ക് മാറാൻ ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പോൾ 10 ലോഗ് ടു ദി ബേസ് 10 I/I0 എന്ന് വരും ഡെസിബലിലേക്ക് ഈ ഫോർമുല കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻ ഡെസിബൽ സ്കെയിൽ ദ റേഞ്ച് ഓഫ് ഹിയറിംഗ് ഈസ് ഫ്രം 0 to 120 ഡെസിബൽ. ആ 0 to 120 ഡെസിബൽ തന്നെയാണ് 10⁻⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ടു 1 വാട്ട് മീറ്റർ പെർ സ്ക്വയർ. 10⁻12 വാട്ട് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഓഫ് ഹിയറിങ്ങും 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ത്രെഷോൾഡ് പെയിൻ ഓഫ് ഹിയറിങ്ങുമാണ്. അപ്പോൾ ഡെസിബലിൽ പറയുമ്പോൾ 0 to 120 എന്നും പറയാം. ബെല്ലിൽ പറയുമ്പോൾ 0 to 12 ബെൽ എന്ന് പറയാം. അതായത് ബെല്ലിനെ ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്തിലേക്ക് വരിക? ഡെസിബലിലേക്ക് വരിക. ഇനി കുറച്ച് സൗണ്ടിൻ്റെ എത്ര ഡെസിബലാണെന്ന് നോക്കാം. നമുക്കറിയാം ത്രെഷോൾഡ് ഹിയറിംഗ് ആണ് 0 ഡെസിബൽ. അതിനെ 10⁻12 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നു. ഇനി വിസ്പർ എന്ന് പറയുന്നത് 30 ഡെസിബലാണ്. അത് 10⁻⁻9 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 30 ഡെസിബലായപ്പോൾ 10⁻12 അവിടുന്ന് 3 കൂടി 10⁻9 ആയി. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പിന്നെ നോർമൽ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ 60 ഡെസിബൽ, 10⁻6 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഷൗട്ടിംഗ് എന്ന് പറയുമ്പോൾ 90 ഡെസിബൽ, അപ്പോൾ 10⁻3 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഇനി പെയിൻ ത്രെഷോൾഡ്, അതാണ് 1 വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അത് 120 ഡെസിബലാണ് ഡെസിബലിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുമ്പോൾ. ഇനി ജെറ്റ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് 150 ഡെസിബലാണ്. അപ്പോൾ 10⁻15 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. 150 ഡെസിബൽ 10⁻15 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി റോക്കറ്റ് എഞ്ചിൻ 180 ഡെസിബലാണ്. അത് 10⁻18 വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെ ഓർത്തിരിക്കുക. ഇതാണ് ലൗഡ്നെസ് ഓഫ് സൗണ്ടിനെ സംബന്ധിച്ചുള്ള പ്രധാന പോയിൻറ്റ്സ്.